നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്രാവശ്യം ഞാൻ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളുമായിട്ട് സംവദിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളുടെ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, രക്ഷകർത്താക്കളെ കുട്ടികളെ സ്കൂളിൽ ചേർക്കുമ്പോൾ തന്നെ ഏത് ക്ലാസ് വേണേ ആയിക്കോട്ടെ, ഹൈസ്കൂളായിക്കോട്ടെ, ഇല്ലേ ഹയർ സെക്കൻഡറി ആയിക്കോട്ടെ, ഇല്ലേ കോളേജ് ലെവലായിക്കോട്ടെ, ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നുണ്ട്. അവർ ഏത് നിലവാരത്തിലേക്ക് പഠിച്ചെത്തണം, എങ്ങനെ അവരുടെ അംബീഷൻ ഫുൾഫിൽ ചെയ്യാം എന്നുള്ള ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫിക്സ് ചെയ്യുന്ന ടാർഗറ്റ് അനുസരിച്ച് അവർക്ക് പ്രഷറും കൊടുക്കുന്നുണ്ട്. നല്ല ടെൻഷൻ കുട്ടികൾക്ക് വീട്ടിൽ നിന്നും സ്കൂൾ അല്ലെങ്കിൽ കോളേജിൽ നിന്നും നല്ല ടെൻഷൻ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പ്രഷർ ഇവർക്കൊരു പക്ഷേങ്കിൽ താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറം ലെവലിലായിട്ട് വരുന്നുണ്ട്. നമ്മളെപ്പോഴും കുട്ടികളുടെ ആ ഒരു മാനസികാവസ്ഥയും ടെൻഷനെയും പ്രഷറിനെയും ഒന്നും കണക്കിലെടുക്കാതെ നമ്മൾക്ക് എന്ത് ആയിത്തീരാൻ പറ്റിയില്ല അത് ആയിത്തീരുവാൻ വേണ്ടി നമ്മുടെ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഇത് എത്തിക്കുന്നത്. എന്നാൽ ശരി ആരുടെ പക്ഷത്താണ്? നമുക്കാകാൻ പറ്റാത്തത് നമ്മുടെ കുട്ടികളെ ആക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണമോ വേണ്ടയോ? ഉറപ്പായും അവർക്ക് അർഹിക്കുന്ന വിജയം നേടിയെടുക്കുവാൻ അവരെ സഹായിക്കുന്നത് രക്ഷകർത്താക്കളുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പം ആ ടാർഗറ്റ് അവരെ റിമൈൻഡ് ചെയ്യുകയും അത് അച്ചീവ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യും നമ്മൾ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പലരും ചെയ്യുന്നൊരു കാര്യം, അവരെ കൂടുതൽ സമയം പഠിക്കാൻ വേണ്ടി ചെലവഴിപ്പിക്കുക. നീ ഇത്ര സമയം പഠിക്കണം, 5 മണിക്കൂർ പഠിക്കണം, വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേൽക്കണം, വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേൽക്കണം, രാത്രി 11 മണിയാകാതെ കിടക്കരുത്. ഇങ്ങനെയുള്ള ചില തിട്ടൂരങ്ങൾ, സുഗ്രീവാജ്ഞ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇങ്ങനെയുള്ള ചില നിബന്ധനകൾ വെക്കും. ഈ നിബന്ധനകൾ ഇവരുടെ അച്ചീവ്മെൻറ്റിന് ആവശ്യമാണോ? അവിടെയാണ് ഇന്നത്തെ നമ്മളുടെ ഈ വീഡിയോയുടെ പ്രസക്തി. ഉറപ്പായും ഇങ്ങനെയുള്ള നിബന്ധനകൾ അവർക്ക് ആവശ്യമില്ല. നമ്മളൊരു വർക്ക് ചെയ്യുമ്പം വർക്കിനെ ഹാർഡ് വർക്കെന്നും സ്മാർട്ട് വർക്കെന്നും രണ്ടായി തരംതിരിക്കാം. ഇതിൽ ഒരു കുട്ടിയും സ്മാർട്ട് വർക്ക് ചെയ്യുക അല്ലാതെ മറ്റൊരു രീതിയിലും വിജയത്തെ കാംക്ഷിക്കരുത്. ഹാർഡ് വർക്ക് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മളൊരു പുസ്തകം അടുക്കി വെക്കുക, കുറച്ച് പുസ്തകം ഒരു കുട്ടിയുടെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും കൊണ്ട് വെക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി കൃത്യമായി ആ പുസ്തകങ്ങൾ എങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നു അത് അവൻ്റെ ഒരു വിജയത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ കിട്ടുന്ന പുസ്തകമെല്ലാം കൂടെ വാരി വലിച്ച് എവിടെയെങ്കിലും ഷെൽഫിൽ കൊണ്ട് വെക്കാം എന്ന് പറഞ്ഞാൽ അത് വിജയത്തിൻ്റെ ലക്ഷണമല്ല. അതേപോലെ ചെയ്യുവാനുള്ള ജോലി എത്ര കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നു, ഇതിന് ഞാൻ പോയിൻ്റ് ചെയ്യുന്ന ഒരൊറ്റ കാര്യം, കുട്ടി എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ്. ഇല്ല, എങ്ങനെ വായിക്കുന്നു. ആ വായിച്ചു പഠിക്കുന്ന രീതിയെ നമ്മൾ ഒരു കൃത്യതയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 5 മണിക്കൂർ പഠിക്കേണ്ട കുട്ടിക്ക് ഒരു പക്ഷേ 1 മണിക്കൂർ കൊണ്ട് മാത്രം അവൻ ഈ 5 മണിക്കൂറും കുത്തിയിരുന്ന് പഠിക്കുന്ന കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്ന ഒരു രീതിയുണ്ട്. അതിനെ 3R മെത്തേഡ് എന്ന് പറയും. 3R ഉള്ള മെത്തേഡ്, RR മെത്തേഡ്. ഈ RR മെത്തേഡിൽ റീഡ്, റിമെമ്പർ, റീഡ്, റീറ്റെയിൻ, റീകോൾ. റീഡ്, റീറ്റെയിൻ, റീകോൾ. നമ്മളൊരു കാര്യം വായിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ നമ്മളുടെ ഉള്ളിൽ റീറ്റെയിൻ ചെയ്യാൻ പറ്റും, ആ റീറ്റെയിൻ ചെയ്യുന്ന വസ്തുത എങ്ങനെ നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റും, ഈ ഒരു ടെക്നിക്ക് നമ്മൾ അവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ 5 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട ജോലി അവർക്ക് 1 മണിക്കൂർ കൊണ്ട് ചെയ്യുവാനും പറ്റും. നമ്മളുടെ കുഞ്ഞുങ്ങളെ ഡോക്ടറോ എൻജിനീയറോ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ അഡ്വക്കേറ്റോ ഒക്കെ പ്രൊഫഷണലാക്കുന്നതിനേക്കാൾ ഉപരി അവരെ ഒരു സോഷ്യൽ ബീയിങ് ആക്കുക, ഒരു സാമൂഹ്യ ജീവി ആക്കി മാറ്റുക. ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ അവർ മനസ്സിലാക്കുവാൻ നമ്മൾ പ്രേരിപ്പിക്കണം. ഉദാഹരണത്തിന് ഫുട്ബോൾ ഉണ്ടെങ്കിൽ ഫുട്ബോൾ കാണിക്കാൻ അനുവദിക്കണം, സിനിമ കാണാൻ അനുവദിക്കണം. നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറഞ്ഞാൽ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ നമുക്ക് അവസരം ഉണ്ടാക്കിയെടുക്കണം. ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ, സ്കൂളിലെ കോളേജിലെ വിവരങ്ങൾ, അവിടുത്തെ ഓരോ വിശേഷങ്ങൾ, ഇതൊക്കെ ഒരുമിച്ചിരുന്ന് പറയാൻ സമയം കണ്ടെത്തണം. അവർക്കൊരു പക്ഷേ 5 മിനിറ്റ് അവരുടെ എന്താണോ എൻജോയ്മെൻറ്റ്
ഒരു സിനിമയോ ഇല്ലെങ്കിൽ ഒരു കോമഡി പ്രോഗ്രാമോ ഉള്ളിൽ നിന്ന് ചിരിക്കട്ടെ കുഞ്ഞുങ്ങൾ. ഒരു കോമഡി പ്രോഗ്രാം കണ്ടിരുന്ന് പൊട്ടം ചിരിക്കുന്നവർക്ക് പൊട്ടിച്ചിരിക്കട്ടെ, അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെ ചെയ്താലേ അവരെ നമുക്ക് കുറച്ചുകൂടെ സോഷ്യലൈസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കുട്ടികൾക്ക് മാത്രമേ അതായത് പത്രം വായിക്കുക, അല്പം ന്യൂസ് കേൾക്കുക, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് മാത്രമേ നാളത്തെ ഒരു ഉത്തമ പൗരനായിട്ട് നമ്മളുടെ ലോകത്തെക്കുറിച്ചറിയുന്ന, നമ്മളുടെ രാജ്യത്തെക്കുറിച്ചറിയുന്ന, ഇവിടുത്തെ നിയമവ്യവസ്ഥിതികളെക്കുറിച്ചറിയുന്ന, ജനാധിപത്യത്തെക്കുറിച്ചറിയുന്ന ഒരു പൗരന്മാരാക്കി ഒപ്പം മാറ്റാൻ സാധിക്കത്തുള്ളൂ. പുസ്തകപ്പുഴുക്കളാക്കി മാറ്റാതിരിക്കണം. അതിനുള്ള ഒരു മെത്തേഡാണ് RRR. ഈ മെത്തേഡിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഞാൻ ചുരുക്കി പറയാം. ഇതാണ് അതിൻ്റെ മെയിൻ കണ്ടൻറ്റ്. ഒരു കുട്ടി വായിക്കാനിരിക്കുമ്പോൾ ഒരു ചുരുങ്ങിയ പ്രസക്തമായ ഒരു ഭാഗം പഠിക്കാനുള്ളതിൻ്റെ ഒരു ചുരുങ്ങിയ ഭാഗം മനസ്സിരുത്തി കൃത്യമായിട്ട് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വായിച്ചിട്ട് അതിനെ നമ്മുടെ ലോങ് ടേം മെമ്മറിയിൽ രജിസ്റ്റർ ചെയ്യുക. ഷോർട്ട് ടൈം, മീഡിയം, ലോങ് ടൈം 3 ടൈപ്സ് ഓഫ് മെമ്മറീസ് ഉണ്ട്. ലോങ് ടൈം മെമ്മറിയിൽ സ്ട്രോങ് ആയി രജിസ്റ്റർ ചെയ്യാൻ അവന് സാധിക്കണം. അത് കഴിഞ്ഞാൽ ഒരു ചുരുങ്ങിയ ഭാഗമേ അവൻ വായിക്കുന്നുള്ളൂ. ആ വായിക്കുമ്പോൾ തന്നെ അതിനകത്ത് വായിക്കുന്നതിനൊരു ആർട്ടാണ്. എല്ലാ ഭാഗങ്ങളും കണ്ട് ഒരേപോലെ ഒന്നും വിട്ടുപോകാതെ പ്രധാനപ്പെട്ട വാക്കുകളും കാര്യങ്ങളും എല്ലാം മനസ്സിലുറപ്പിച്ചുകൊണ്ട് വേണമെങ്കിൽ ആ പ്രധാനപ്പെട്ട വാക്കുകളും സെൻറ്റൻസും ഒക്കെ അണ്ടർലൈൻ ചെയ്ത് തന്നെ ഒരു പേന കൈപ്പിടിച്ച് അതിനെ പോയിൻ്റ് ചെയ്തോ ഇല്ലെ പെൻസിൽ കൊണ്ട് അതിനെ പോയിൻ്റ് ചെയ്തോ വായിച്ചു പോകാം. വായിച്ചു പോയതിന് ശേഷം അത് റീറ്റെയിൻ ചെയ്യുക. റീറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മനസ്സിൽ ഉറപ്പിച്ചതായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അടുത്തത്, അതായത് വായിക്കുക, മനസ്സിലതിനെ കോൺക്രീറ്റ് ചെയ്യുക. അതിനുശേഷം ഈ പഠിച്ചത്രയും ചുരുക്കഭാഗമേ ഞാൻ പറയുന്നുള്ളൂ. ഒരു വലിയ ലെസൺ മുഴുവൻ ഒറ്റയടിക്കിരുന്ന് അല്ല വായിക്കേണ്ടത്. ഒരു ചെറിയ ഭാഗം എടുത്തിട്ട് എന്നിട്ട് അതിനെ റീകോൾ ചെയ്യണം. അത് തിരിച്ച് നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടോ, അത് എഴുതി നോക്കാൻ പറ്റുന്നുണ്ടോ, എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ടോ, ആ പഠിച്ചത്രയും ഭാഗം വായിച്ചത്രയും ഭാഗം കൃത്യമായി എഴുതാൻ സാധിക്കുന്നുവെങ്കിൽ ആ റീകോൾ അവിടെ ഫിനിഷായി, ആ പഠനം അവിടെ തീർന്നു. റീഡ്, റീറ്റെയിൻ, റീകോൾ ഈസ് ഫിനിഷ്ഡ് there. So this is the successful way of accomplishment of the reading. ഈ ഒരു രീതി നമ്മുടെ കുട്ടികളിലൊന്ന് പരീക്ഷിച്ച് നോക്കുക. വിജയം സുനിശ്ചിതം. മറ്റു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു.